ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയൊക്കെ അനുഭവിക്കാൻ മാത്രം ശാരദയുടെ മക്കൾ എന്ത് പാവം ചെയ്തിരിക്കുന്ന. നാളെയാ കഴിയുമ്പഴത്തേക്കാവെ പോവേണ്ടത്. വിഷ്ണുവേട്ടൻ എന്റെ ഒപ്പം ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് തിരിച്ചു വരുമെന്ന വിശ്വാസമായി നിൽക്കുന്ന എനിക്ക് എങ്ങനെയാ അമ്മ ആ ചടങ്ങിന് പങ്കെടുക്കാൻ പറ്റുക? സത്യം അറിഞ്ഞ കുട്ടികളുടെ മനസ്സിലും അതൊരു വല്ലാത്ത മുറിവായിട്ട് മാറും. പിന്നെ മറ്റൊന്നു കൂടിയുണ്ട്. സത്യമ്മ പറഞ്ഞത് ശിവനെയും കൂട്ടി പോവാന്. ശിവനെ പറഞ്ഞ ഏർപ്പാടാക്കുകയും ചെയ്തു. അതുകൊണ്ട് അത് വേണ്ട, അത് ശരിയാവില്ല. ഒന്നാമത് ഇത് ആരും അറിയാതെ രഹസ്യമായിട്ട് ചെയ്യുന്നതാ. അത് മാത്രമല്ല, ശിവന്റെ ഒപ്പം പോകുന്നതിൽ മറ്റു ചില കാര്യങ്ങളും ഉണ്ട്. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ. പക്ഷെ സത്യാമ്മ സമ്മതിക്കില്ലല്ലോ. എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചിട്ട് നടക്കാതെ വന്നാ അത് മറ്റു ചില ദോഷങ്ങൾ കൊണ്ടാണെന്നും പറഞ്ഞ് വീണ്ടും ആ സ്വാമിയുടെ അടുത്തേക്ക് എങ്ങാനും പോയാലോ? സ്വാമിയുടെ കാര്യം അറിയാലോ. ഓർക്കാതെ എന്തെങ്കിലും പറഞ്ഞാ പിന്നെ അതാവും അടുത്ത പ്രശ്നം. ഈ പൂ അരി ഇടുന്നതിനോട് തന്നെ എനിക്ക് യോജിപ്പില്ല. ഇനിയിപ്പോ കുട്ടികളെ കൊണ്ട് ഇടിയിക്കാന്ന് വെച്ചാൽ തന്നെ ശിവൻ കൂടെ ഉള്ളപ്പോ എങ്ങനെയാ അത് നടത്താൻ പറ്റുക? കാര്യം മനസ്സിലാക്കാനുള്ള പ്രായമായില്ലേ സത്യക്കും പപ്പിക്കും. അവരെ എങ്ങനെയാ നമ്മൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുക? കുട്ടികളുടെ കാര്യം വിട്. അതേതെങ്കിലും രീതിയിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എടുക്കാൻ നോക്കാം. പിന്നെ ഉള്ളത് ശിവനാ. ശിവനറിയാതെ കുട്ടികളെ കൊണ്ട് കർമ്മം ചെയ്യിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അമ്മ ഉറപ്പിച്ചോ വിഷ്ണുവേട്ടൻ ഈ ഭൂമിയിൽ ഇല്ലെന്ന്? മോളെ, നീ ചിന്തിക്കുന്ന രീതിയിലല്ല ഞാൻ ചിന്തിക്കുന്നത്. നീ അന്വേഷിക്കാൻ ഏൽപ്പിച്ചവരും വിഷ്ണുവിന്റെ ജാതകം നോക്കി പറഞ്ഞ പെരുമാൾ സ്വാമിയും ഒരേ ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞിട്ടും നീ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അത് നിന്റെ വിശ്വാസം. ഞാൻ പറയുന്നത്, വിഷ്ണു ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ വിഷ്ണു ഈ ഭൂമിയിൽ ഇല്ലെന്ന് ചിന്തിച്ചാൽ നമ്മൾ ചെയ്യുന്ന വലിയൊരു ചതിയായിരിക്കും. നമ്മുടെ സ്വാർത്ഥത കൊണ്ട് വിഷ്ണുവിന്റെ ആത്മാവിനോട് ചെയ്യുന്ന വലിയൊരു ചതി. ഇനി നമ്മൾ ഈ പൂജ നടത്തിയെന്ന് വെച്ച് വിഷ്ണു ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വിഷ്ണുവിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മോളെ. പക്ഷേ ജ്യോത്സ്യം പറഞ്ഞ പ്രകാരം എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് വിഷ്ണുവിന്റെ ആത്മാവിന് കിട്ടേണ്ട ശാന്തിയും സമാധാനവുമാണ്. എന്തു വേണമെന്നും മോള് തീരുമാനിക്ക്. അമ്മ എന്തിനും മോളുടെ കൂടെ തന്നെ ഉണ്ടാവും. മോളെ, എനിക്കൊന്നും അറിയില്ല അമ്മ. വിഷ്ണുവേട്ടൻ എന്തെങ്കിലും തിരിച്ചു വരുന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയൊക്കെ അനുഭവിക്കാൻ മാത്രം ശാരദയുടെ മക്കൾ എന്ത് പാവം ചെയ്തിരിക്കുന്ന. കാര്യങ്ങളെല്ലാം ഇനി ഒന്നുകൂടെ ഞാൻ വിശദമാക്കണ്ടല്ലോ. എന്താ മോൻ തീരുമാനിച്ചിരിക്കുന്നത്? എന്റെ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനില് ഒരു 10 വർഷം കഴിഞ്ഞാൽ നീ ഇതേ പറയൂ. കാരണം ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പറയാൻ നിനക്ക് അറിയില്ല. അല്ലെങ്കിൽ നീ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. നിനക്കെല്ലാം കുട്ടിക്കളിയാ. ചന്ദ്ര പ്ലീസ്, നിന്റെ കുറ്റപ്പെടുത്തൽ കേൾക്കാനല്ല ഇപ്പൊ ഞാനിവിടെ വന്നത്. ഇതിൽ നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് നമ്മളിപ്പോ ആലോചിക്കേണ്ടത്. ചെയ്യാൻ പറ്റുന്നത് നിനക്ക് മാത്രമാണ് പ്രകാശ്. ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് നീ തന്നെയാ. നീ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? പെട്ടെന്ന് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാല് നീ എനിക്ക് ചിന്തിക്കാനുള്ള സമയമെങ്കിലും താ. നിനക്ക് എന്റെ അച്ഛനെ കുറിച്ച് അറിയാഞ്ഞിട്ടാണ്. വെട്ടൊന്ന് മുറി രണ്ട്. ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. ഈ കല്യാണം അച്ഛൻ ഉറപ്പിച്ചിട്ടുണ്ടോ അത് നടത്തിയിരിക്കും.
അല്ല, ഞാൻ വന്നൊന്ന് നിന്റെ അച്ഛനെ കണ്ട് കാര്യങ്ങളും സംസാരിച്ചാലോ? ഒറ്റയ്ക്കാണോ നീ ചെന്ന് കയറി കൊടുക്കാൻ പോകുന്നേ? എന്നാ പിറ്റേന്ന് നിന്റെ അടക്കമായിരിക്കും. എനിക്ക് വന്നെന്ന് വാ വിട്ട് കരയാൻ പോലും പറ്റില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ? എന്നെ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടുകാരെയും കൂട്ടി അന്തസ്സായിട്ട് പെണ്ണ് ചോദിക്കാൻ വാ. നേരെ വാ, നേരെ പോ. അങ്ങനെ വരുന്ന ഒരു അച്ഛന് വലിയ ഇഷ്ടം. അല്ലാതെ വളഞ്ഞ വഴിയൊക്കെ പോയാലേ കാര്യമൊട്ട് നടക്കേയില്ല, നിന്റെ തടി കേടാവുകയും ചെയ്യും. നീ ചെയ്തില്ലേ എന്നെയും കെട്ടിക്കൊണ്ട് വേറെ ആണുങ്ങൾ അങ്ങ് പോവും. ശാലിനി, ആ ഇവിടെ വിരിച്ചോണ്ടിരിക്കേ. എന്താ എന്തിനെങ്ങനെ വിളിച്ചു പോന്ന്? അതെ, വേണ്ട, ഞാൻ എന്താ കൊണ്ടുവന്ന് നോക്കി. എന്താ ഇത്? അതെ, നമ്മുടെ വെഡിങ് ആനിവേഴ്സറി നമ്മൾ ഇപ്രാവശ്യം ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ പോവാ. ആഹാ. നമ്മൾ ഇതുവരെ ആഘോഷിച്ചിട്ടില്ലല്ലോ, അത് നമ്മൾ ഇപ്രാവശ്യം അടിച്ചു പൊളിക്കണു. ആ ആ ഞാനേ തനിക്കൊരു ചുരിദാർ മേടിച്ചിട്ടുണ്ട്. ദേടാ, എങ്ങനെയുണ്ട് കളറ്? കൊള്ളാം. ആ ഇനി എന്റെ ഡ്രസ് കാണണ്ടേ? ദേ നോക്കിയേ. കൊള്ളാം. ആ എന്നാ നമുക്ക് ഇത് ഇട്ട് നോക്കിയാലോ? അല്ല, ഇതിപ്പോ എന്തിനാ ഇപ്പൊ ഇടുന്നേ? ആ സമയത്ത് ഇട്ടാ പോരെ? ഏയ്, പാകാണോ നോക്കണ്ടേ? ഇല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാലോ. ഓ, എങ്ങനെയുണ്ട്? കൃത്യം പാകമല്ലേ? അളവെടുത്ത് തയ്പ്പിച്ച പോലെ ഇല്ലേ?